إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ പരിശ്രമങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ കഴിയാറുണ്ട്. എന്നാൽ നാം എത്ര പരിശ്രമിച്ചാലും നഷ്ടപ്പെട്ടു പോകുന്ന പലതും തിരിച്ചു പിടിക്കാനും നേടിയെടുക്കാനും നമുക്ക് കഴിയാറില്ല. അത്തരത്തിലുള്ള 5 കാര്യങ്ങളെ പരാമർശിച്ച ഒരു നബിവചനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിറജുലിൻ വഹുവ യഅലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ഉപദേശം നൽകിക്കൊണ്ട് പറഞ്ഞുകൊടുത്തു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ സംഭവിക്കും മുമ്പ് 5 കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഇഗ്തനമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ലഭിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അതിനായി താൽപര്യപൂർവം പരിശ്രമിക്കുക എന്നതാണ്. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെടും മുമ്പ് 5 കാര്യങ്ങളെ നേടിയെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശബാബക ഖബ്ല ഹരിമിക്, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വകാലം. വസിഹതക ഖബ്ല സഖ്മിക്, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യകാലം. വഗിനാക ഖബ്ല ഫഖ്രിക്, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഐശ്വര്യകാലം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, ജോലിത്തിരക്ക് വന്ന് ഒന്നിനും കഴിയാത്ത അവസ്ഥ വരും മുമ്പ് ഒഴിവു സമയം. വഹയാതക ഖബ്ല മൗതിക്, നിന്റെ മരണം വരും മുമ്പ് ലഭിച്ച ജീവിതകാലം. യുവത്വകാലം വാർദ്ധക്യത്തിലേക്കും ആരോഗ്യം രോഗത്തിലേക്കും ഐശ്വര്യം ദാരിദ്ര്യത്തിലേക്കും ഒഴിവു സമയം ജോലിത്തിരക്കിലേക്കും ജീവിതം മരണത്തിലേക്കും വഴിമാറുമ്പോൾ ഏതൊരു മനുഷ്യനും നിസ്സഹായനാകും. അത് സംഭവിച്ചാൽ ആര് സപ്പോർട്ട് കൊടുത്താലും പിൻബലം കൊടുത്താലും ആരൊക്കെ കൂടെയുണ്ടായാലും ഒരു പക്ഷേ അതൊന്നും ഫലപ്പെട്ടില്ല എന്ന് വരും. ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ, യുവത്വം, ആരോഗ്യം, ഐശ്വര്യം, ഒഴിവു സമയം, ജീവിതം, ഇത് ലഭിക്കലാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ധന്യത എന്നത്. അതുകൊണ്ട് തന്നെ പരലോക വിജയം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർ ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ അത് നന്നായി ഉപയോഗപ്പെടുത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ള പറഞ്ഞു,
ബാദിറൂ ബിൽ അഅ്മാലി സബ്അ, 7 കാര്യങ്ങൾ സംഭവിക്കും മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് ധൃതിപ്പെട്ടുകൊള്ളുക. ഹൽ തൻതളിറൂന ഇല്ലാ ഫഖ്റൻ മുൻസിയ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ ഗിനൻ മുത്ഗിയ, ധിക്കാരിയാക്കുന്ന ഐശ്വര്യത്തെയാണോ കാത്തിരിക്കുന്നത്? ഔ മറളൻ മുഫ്സിദ, പ്രയാസപ്പെടുത്തുന്ന രോഗത്തെയാണോ കാത്തിരിക്കുന്നത്? ഔ ഹരിമൻ മുഫന്നിദ, പിച്ചും പേയും പറയുന്ന അവശതയുടെ വാർദ്ധക്യമാണോ കാത്തിരിക്കുന്നത്? ഔ മൗതൻ മുജ്ഹിസ, ആകസ്മിക മരണത്തെയാണോ കാത്തിരിക്കുന്നത്? അവിദ്ദജ്ജാല ഫശർറു ഗായിബിൻ യുൻതളർ, ഏറ്റവും മോശപ്പെട്ട ദജ്ജാലിന്റെ വരവാണോ കാത്തിരിക്കുന്നത്? അവിസ്സാഅ ഫസ്സാഅതു അദ്ഹാ വ അമർ, ഏറ്റവും കൈപ്പുറ്റ പ്രയാസമുണ്ടാക്കുന്ന അന്ത്യസമയത്തെയാണോ കാത്തിരിക്കുന്നത്? ഇതൊക്കെ സംഭവിക്കും മുമ്പ് സൽക്കർമ്മങ്ങളിൽ മുഴുകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എത്രമാത്രം ദയയും കാരുണ്യവുമുള്ളവനാണ് എന്നറിയിക്കുന്ന ഒട്ടേറെ വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹു ഓർമ്മപ്പെടുത്തി, അല്ലാഹു ലത്തീഫും ബി ഇബാദി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അള്ളാഹു തൻ്റെ അടിമകളോട് അങ്ങേയറ്റം ദയയുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് വേണ്ട ഉപജീവനങ്ങൾ അവൻ നൽകിക്കൊണ്ടിരിക്കും. അതിനൊക്കെ കഴിവുള്ള ഖവിയാണ്, അസീസാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ വചനത്തിന്റെ പിറകെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫി ഹർസി, ആരാണ് പരലോക വിജയം, പരലോകത്ത് കൃഷി ആഗ്രഹിക്കുന്നത്, അതിൽ നാം അവന് വർധനവ് നൽകും. വമൻ കാന യുരീദു ഹർസദ് ദുനിയ നുഅ്തിഹി മിൻഹ, ഐഹിക ലാഭങ്ങൾ മാത്രമാണ് ആരെങ്കിലും ലക്ഷ്യമാക്കുന്നതെങ്കിൽ അള്ളാഹു റഹ്മാനാണ്, വിശാലമായ റഹ്മത്തിന്റെ ഉടമയാണ്. ഈ ഭൗതിക ലോകത്ത് അതും അവൻ നൽകും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, അത്തരക്കാർക്ക് പരലോകത്ത് ഒരു വിഹിതവും ഉണ്ടാകുന്നതല്ല എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഹിക ജീവിതത്തെക്കുറിച്ച് നന്നായി വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്വുൻ വ ലഅബുൻ, ഈ ഐഹിക ലോകമെന്നത് വിനോദവും കളിയും തമാശയും മാത്രമാണ്. ഇങ്ങനെ അല്ലാഹു അവന്റെ വചനത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്രമാത്രം മനുഷ്യരൊക്കെ കളി തമാശകളിലായി മുഴുകുന്നു എന്നതിന് ഇന്നത്തെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് തെളിവുകളൊന്നും വേണ്ട. ആര് ജയിച്ചു, ആര് തോറ്റു, ആര് മുഖ്യമന്ത്രിയാകണം, ആര് പ്രതിപക്ഷ നേതാവാകണം, അങ്ങനെ തോറ്റവരെ അടക്കിയിരുത്താനും ജയിച്ചവർക്ക് എന്തു വേണ്ടാത്തരങ്ങൾ കാട്ടിക്കൂട്ടാനും അതിന് സപ്പോർട്ട് കൊടുക്കാനും അത്തരം മെസ്സേജുകൾ പാസ് ചെയ്യാനും 24 മണിക്കൂറും എന്ന പോലെ ഭക്ഷണം കഴിക്കുമ്പോഴും അതാണ്. നടന്നു പോകുന്ന ഒരാളെ നോക്കിയാൽ അവന് മുന്നോട്ടല്ല നോക്കുന്നത്, അവന്റെ വാട്സപ്പിൽ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങളെന്നാണ് അന്വേഷിക്കുന്നത്. ഇങ്ങനെ ഏത് സമയവും പള്ളികളിൽ വന്ന് നമസ്കരിക്കുന്നവർ ശ്രദ്ധിച്ചു നോക്കൂ, സെക്കൻഡുകളാണ് 4 റക്അത്ത് നിസ്കരിക്കാൻ ആളുകൾക്ക് വേണ്ടത്. എന്നിട്ട് സലാം വീട്ടിട്ടോ ഒരു അസ്തഗ്ഫിറുല്ലാ അല്ലാഹുമ്മ അൻതസ്സലാം എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പറയാൻ ആളുകൾക്ക് നേരമില്ല. അപ്പോഴേക്കും മെസ്സേജ് നോക്കുകയാണ്, വാട്സപ്പ് നോക്കുകയാണ്. ഇങ്ങനെ മനുഷ്യൻ വിലപ്പെട്ട സമയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഈ ദുനിയാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ശേഷം അള്ള പറഞ്ഞു തന്നത് വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാനു ലൗ കാനു യഅലമൂൻ, യഥാർത്ഥ ജീവിതം അത് പരലോകത്താണ്, നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് കുറഞ്ഞ ആയുസ് കൊണ്ട്, ചെറിയ ചെറിയ കർമ്മങ്ങൾ കൊണ്ട്, സൽവിചാരം കൊണ്ട് വമ്പിച്ച പ്രതിഫലം നമുക്ക് അവൻ നൽകുന്നു എന്നത്. ഇത് അള്ളാഹുവിന്റെ ഓഫറാണ്. ഇന്ന് ദുൽഖഅദ 27 1-2 ദിവസം കഴിഞ്ഞാൽ ദുൽഹിജ്ജ എന്ന പവിത്ര മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ പവിത്ര മാസത്തിന്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. കുറഞ്ഞ ആയുസ്സിൽ
ചെറിയ ചെറിയ കർമ്മങ്ങൾ, സൽവിചാരം എന്നിവ കൊണ്ട് വമ്പിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകുകയാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം പൊട്ടി ഉണർന്ന് ആ പ്രഭാതത്തിലൂടെ കടന്ന് അധ്വാനിക്കുന്നവരും പണമുണ്ടാക്കുന്നവരും ജീവിക്കുന്നവരുമാണ് നാം. ആ പ്രഭാതം സത്യമെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു വലയാലിൻ അശ്ർ, 10 രാവുകൾ. വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് അൽ ഹജ്ജ് എന്ന അധ്യായത്തിൽ 28-ാം വചനത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിച്ചു. നിങ്ങൾ പ്രത്യേകമായ നിർണിത ദിവസങ്ങളിൽ ആ അള്ളാഹുവിനെ പ്രത്യേകം ഓർത്തുകൊണ്ടിരിക്കണം. ഈ 2 വചനത്തിൽ പറഞ്ഞ ആ രാവുകൾ, പകലുകൾ, ഈ 10 ദിവസങ്ങൾ, അത് ദുൽഹിജ്ജ 1 മുതലുള്ള 10 വരെയുള്ള ദിവസങ്ങളാണ് എന്നാണ്. ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ എല്ലാ ഇബാദത്തുകളും സംഗമിക്കുന്ന സംഗമ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഈ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ, ഈ ദുനിയാവിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് അയ്യാമുൽ അശ്ർ, ഈ പറഞ്ഞ 10 ദിനങ്ങൾ എന്നാണ്. റമളാൻ വരുമ്പോൾ നമുക്കുള്ളൊരു ശ്രദ്ധയുണ്ടാകാറുണ്ട്, നമുക്കൊരു സൂക്ഷ്മതാ ബോധമുണ്ടാകാറുണ്ട്. അതുപോലെ ഈ 10 ദിനങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരൊറ്റ ഹദീസ് കൂടി കേൾപ്പിക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ ഒരു അടിമ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ, ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മഹത്തരമായ കർമ്മങ്ങൾ ഈ 10 ദിവസങ്ങളിലുള്ള കർമ്മങ്ങളും ഈ 10 ദിവസങ്ങളുമാണ്. ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സമാഗതമായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അൽഹംദുലില്ലാഹ് തുടങ്ങിയ ദിക്റുകൾ പ്രത്യേകിച്ചും നിങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. ഈ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാം. ഈ ദിവസങ്ങളിൽ എല്ലാ നന്മകളും അതിശ്രദ്ധയോടെ നിർവഹിക്കണമെന്നാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും നിസ്സാരമായി കാണേണ്ടതല്ല ഈ ദിനങ്ങൾ. നമ്മുടെ ആയുസ്സിൽ വളരെ അപൂർവം മാത്രമായി ലഭിക്കുന്നത്. ഇനി അടുത്ത ദുൽഹിജ്ജയിൽ ഞാനുണ്ടാകും, നിങ്ങളുണ്ടാകും, ആരുണ്ടാകുമെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഒരു ഇടിയും മിന്നലും ഉണ്ടായാൽ കൂട്ടമരണങ്ങൾ സംഭവിക്കുന്ന, ആകസ്മിക മരണങ്ങൾ സംഭവിക്കുന്ന, അതുപോലെ ദുരന്തങ്ങളും അപകടങ്ങളും മാരക രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നമ്മുടെ ആയുസ്സിനെ കുറിച്ചുള്ള നല്ല വിലയിരുത്തലും, എന്താണ് ഞാൻ എൻ്റെ റബ്ബിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്നെ എങ്ങോട്ടാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ ഫർളുകളിൽ നിഷ്ഠ പുലർത്തി, സുന്നത്തുകൾ അധികരിപ്പിച്ച്, പ്രാർത്ഥനാ ദിക്റുകൾ കൂടുതൽ മുഴുകി, ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച്, സുന്നത്ത് നോമ്പുകൾ എടുത്ത്, ദാനധർമ്മങ്ങളിൽ മുഴുകി, മറ്റു നന്മകളൊക്കെ തന്നാൽ കഴിയുന്ന വിധം അധികരിപ്പിച്ച്, ഇതിൻ്റെ ഒക്കെ മുന്നിൽ എന്തു വേണം? അവനവൻ്റെ ഹൃദയം നന്നാക്കണം. ഹൃദയത്തിൽ ആരോടെങ്കിലും അകൽച്ചയും വെറുപ്പും വിദ്വേഷവും അസൂയയും വെച്ച് പുലർത്തിയിട്ടാണ് ഹജ്ജ് കർമ്മങ്ങൾ അടക്കം നിർവഹിക്കുന്നതെങ്കിൽ ഒരു കാര്യവും അതുകൊണ്ടില്ല. ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്ക് മുമ്പ് പരലോകത്തെത്തുമ്പോൾ ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം, കറകളഞ്ഞ നല്ല മനസ്സോടെ ആരാണ് അവിടെ ചെന്നത് അവന് മാത്രമാണ് പരലോക വിജയമെന്ന് അള്ളാഹ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഹൃദയ വിശുദ്ധിയോടെ എല്ലാ സൽക്കർമ്മങ്ങളിൽ മുഴുകി റബ്ബിന്റെ സാമീപ്യം പരമാവധി നേടിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പവിത്ര മാസങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ഒട്ടേറെ സുന്നത്തുകൾ നമുക്ക് പകർത്താനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ. ദുൽഹിജ്ജ മാസപ്പിറവി നമ്മളൊക്കെ ദർശിക്കണം.
എന്നാണ് ദുൽഹിജ്ജ 1. അത് എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റു മാസങ്ങളിൽ ഒരുപക്ഷെ അത്തരം ശ്രദ്ധ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ദുൽഹിജ്ജ മാസപ്പിറവി നമ്മൾ നോക്കണം. അറഫ നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പ് നിർവഹിക്കാനുണ്ട്. അതോടൊപ്പം ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉൽഹിയ്യത്ത് നിർവഹിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവർ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീത്തിൽ ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീത്തിൽ, ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫൽയുംസിക് അൻ ശഅരിഹി വ അൽഫാരിഹി. ദുൽഹിജ്ജ മാസപ്പിറവി ദർശിക്കുകയും നിങ്ങളിൽ ഒരാൾ ഉളുഹിയ്യത്ത് ബലികർമ്മം നടത്താൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഫൽയുംസിക് അൻ ശഅരിഹി വ അൽഫാരിഹി. സാധാരണ നമ്മൾ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന രോമങ്ങൾ, അതുപോലെ നഖം വെട്ടൽ, ഇതൊന്നും പാടില്ല എന്നാണ്. ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടത് മുതൽ അറവ് നടത്തുന്നത് വരെ എന്നാണ്. പലപ്പോഴും പലരും ഈ സുന്നത്ത് പെരുന്നാൾ ദിവസം വരെ കാത്തുകൊള്ളും. അന്ന് പെരുന്നാളിൻ്റെ രാവിൽ നിസ്കാരത്തിന് പുറപ്പെടും മുമ്പ് എല്ലാം ഈ സുന്നത്തിന് തകിടം മറിയും. അറവ് നിർവഹിക്കുന്നത് വരെ അവൻ നഖം വെട്ടാൻ പാടില്ല, രോമങ്ങൾ മുടിയെടുക്കാൻ പാടില്ല എന്നത് നബിചര്യയിൽ സ്ഥിരപ്പെട്ടതാണ്. ഇതേപോലെ തന്നെ ഹിലാലിനെ ദർശിക്കുമ്പോൾ ഒരു പ്രാർത്ഥന നിർവഹിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ നാടുകളിലൊന്നും ഈ സുന്നത്ത് പലപ്പോഴും പലരും നിർവഹിക്കാറില്ല. മാസം ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ ഹിലാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിലാലിനെ കണ്ടാൽ യഖൂൽ, പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാ. അല്ലാഹുവേ, ഈ ഹിലാലിനെ ഞങ്ങൾക്ക് ഏറ്റവും സമാധാനമുള്ള, ഞങ്ങൾക്ക് നിർഭയത്വം നൽകുന്ന മാസമാക്കണേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. റബ്ബി വ റബ്ബുകല്ലാ. ആ ഹിലാലിലേക്ക് നോക്കി നിന്റെയും എന്റെയും റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് പ്രത്യേകം പറയുമായി. കാരണം ഇതൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊന്നും ആരാധനക്കോ പ്രാർത്ഥനക്കോ അർഹരല്ല. അവരുടെയും റബ്ബ്, എന്റെയും റബ്ബ് അല്ല മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം കൂടി ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം സുന്നത്തുകളൊക്കെ നമ്മൾ നിർവഹിക്കുക. ജീവിതം വളരെ കുറഞ്ഞ കാലമാണ് നമുക്ക് ജീവിക്കാനുള്ളത്. ഏത് സമയവും ആകസ്മിക ദുരന്തങ്ങളും മരണങ്ങളും അതുപോലെ ഒന്നിനും കഴിയാത്ത നിലക്ക് വേദനിപ്പിക്കുന്ന രോഗങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ കിട്ടുന്ന കാലം, കിട്ടുന്ന ആയുസ്സിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സാമീപ്യം നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أعتقنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم لا تدع لنا ذنبا إلا غفرته، ولا دينا إلا قضيته، ولا مريضا إلا شفيته، ولا ميتا إلا رحمته، ولا بلاء إلا رفعته يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.